जिंदगी तुमको देखा तुझे ख्याल എന്താ ഇത്? എന്താ ഇവിടെ? ഇവിടെ വല്ലതൊക്കെ നടക്കും. ഒരു കളർ കണ്ടോ? ഇവിടെ ഉണ്ട് കളർ, താഴെ ഉണ്ടെന്ന്. ഞാനിവിടെ ഒരു കലക്കോളി. എടാ നിന്നെ കൂടെ താമസിപ്പിച്ച അടി കൊള്ളുന്ന അവസ്ഥയാണല്ലോ. എടാ നിന്റെ ഈ കളർ പരിപാടി കാരണം നേരത്തെ താമസിച്ച സ്ഥലത്ത് പിടിച്ച് പുറത്താക്കിയത്. ചളമാക്കും നീ. പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വന്ന് കെട്ടിയതാ ഞാനെന്തോ ചെയ്യാനാ? ഫോർ എവറി ആക്ഷൻ ദേർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാ. അതെ, അതുകൊണ്ടാണല്ലോ ആ പെണ്ണിന്റെ ആങ്ങളെ നിന്റെ കുത്തിനെ കയറി പിടിച്ചത്. അന്ന് ഞാനില്ലാതെ കാണായിരുന്നു. നീ ഇല്ലായിരുന്നെങ്കിൽ അയാൾ എന്നെ അങ്ങ് ഞൊട്ടും. ഇതുപോലെ എത്ര കേസ് കെട്ടിൽ നിന്നും പുഷ്പം പോലെ ഈ ബോണി ഊരി പോന്നിട്ടുണ്ടേ. ഓ പിന്നെ എടാ, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇതിനൊക്കെ ഒരു വൈഭവം വേണം, യോഗവും വേണം. എന്നാണാവോ അമൃതകുമാരിയും ആശാചെറിയാനും സീനത്തും സുരന്തയും ഒക്കെ പച്ചമാങ്ങയും കടിച്ച് ഇങ്ങോട്ട് കയറി വരാൻ പോകുന്നത്? ഒരവളുമാരും വരില്ലളിയാ. എല്ലാത്തിന്റെ അക്കൗണ്ട്സ് അപ്പോഴപ്പോഴും സെറ്റിൽ ചെയ്ത് റെസീറ്റ് വാങ്ങും. ഗുഡ് മോർണിംഗ്, മൂസാക്കയാണ്. വാസ്തവം പറഞ്ഞ ഇവിടെ ഒരു കമ്പനി കിട്ടാതെ വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ. പിന്നെ ഉണ്ട് വയസ്സും പ്രായക്കാരുള്ള ആളുകളുണ്ട്. അതൊക്കെ എങ്ങനെ നമുക്ക് ശരിയാവും? നിങ്ങൾ ഇങ്ങനെ ചെറുപ്പക്കാർ, നമ്മളിങ്ങനെ ഗ്യാങ് ആവുമ്പോ വെരി ഹാപ്പി. മൂസാക്കൊക്കെ ഒരു ചായ കൊടുറേ. എന്നെ കൊണ്ട് വയ്യാൻ ചായ ഉണ്ടാക്കാൻ വേണമെന്നില്ല. ഇത് കുടിച്ചാട്ടാ. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും ഒരു മടിയും വിചാരിക്കേണ്ട, മൂസാക്കന്റെ ഹെൽപ്പ് ചെയ്യാൻ. മൂസാക്ക എത്ര കാലമായി ഇവിടെ വാച്ച്മാനായിട്ട്? വാച്ച്മാനോ? വാച്ച്മാൻ അല്ല, ഞാൻ കെയർ ടേക്കറാ. ഓ, കെയർ ടേക്കർ. അല്ല മൂസാക്ക, ഈ ഏരിയയിൽ എങ്ങനെയാ ഭൂരിപക്ഷം? ഈ ഏരിയയിൽ കൂടുതൽ നായന്മാരാ, പിന്നെ മറ്റോരും ഉണ്ട്. അതല്ല, ഈ ഭൂരിപക്ഷം. ഓ, ഭൂരിപക്ഷം അതിപ്പോ അങ്ങനെ പറയാൻ പറ്റൂല. രണ്ട് ഈക്വലാ, കോൺഗ്രസും ഉണ്ട് കമ്മ്യൂണിസ്റ്റും ഉണ്ട്. അതല്ല, ഓരോ വീടുകളിലും. ഇവിടെ ഓരോ വീട്ടിൽ എത്ര ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ടെന്ന് ഇവൻ ഓ, ചോദിക്കുന്നു. അത് ശരി, അത് സ്ത്രീകളാ കൂടുതൽ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. പിന്നെ ആ 19C അവിടെ ആരാ താമസം? 19C ഒരു അമ്മിമോള്. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ട് വഷളാവരുത്. അയൽവക്കത്താരാണെന്ന് അറിയണ്ടേ? പിന്നെ അവരുടെ ഫാദർ എന്ത് ചെയ്യുന്നു? ഫാദർ കുവൈത്തിലാ. ഇയാള് 2 കൊല്ലം കൂടുമ്പോഴേ വരുള്ളൂ. പിന്നെ ആ കുട്ടിയുടെ പേരെന്താ? സൗമ്യ. സൗമ്യ, ബ്യൂട്ടിഫുൾ നെയിം. നല്ല സ്മാർട്ട് കുട്ടി, ആര് കണ്ടാലും കൊതിക്കും. വലിയ അളക്കാരിയാ. പിന്നെ ഈ കുട്ടി ഏത് കോളേജ് പഠിക്കുന്നു? കോളേജോ? അതിന് മാത്രം അയക്കണോള്. ഓ, നഴ്സറിയിലല്ലേ? നഴ്സറിയില്ല. പിന്നെ 5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അത് പോട്ടെ. ഈ 21A ഒരു മാക്സി എല്ലാം കഴി വെളിയിലിട്ടിരിക്കുന്നു. അവിടെ ആര് താമസം? എന്താ എന്നെക്കല്ലേ TV ഓഫാക്കിയേ? മൂസാക്ക അത് കാണണ്ട. ഞമ്മക്ക് അതിനുള്ള പ്രായമില്ലേ? മൂസാക്കയുടെ പ്രായത്തെ ഞങ്ങൾ മാനിക്കണ്ടേ? എന്ത് മാനിക്കാൻ? ഒന്നിച്ചിരുന്ന് കണ്ട ഇങ്ങക്കാണ് അതിന്റെ ഗുണം. കാരണം നിങ്ങൾ കുട്ടികളാ. വല്ല സംശയം ഉണ്ടെങ്കിൽ നമ്മളത് തീർത്ത്. ഓ, അങ്ങനെ ഇവിടെ പാരും ഞങ്ങളുടെ സംശയം തീർക്കണ്ട. കള്ളു കുടിക്കാൻ നേരത്തെ ഒരു മതി. എന്താ 3 ഗ്ലാസ്? ആരാപ്പതിൽ ഒഴിവ്? അല്ല മൂസാക്ക, ഇങ്ങനത്തെ ദിവസം നിങ്ങൾക്കൊരു കമ്പനി ഒന്നുമില്ലേ? നിങ്ങൾ എന്ത് കരുതും? ഒരു ഗ്ലാസ് കുടിഞ്ഞറേ. പിന്നെ കുടിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക്. ഓരോ പെഗ് കഴിഞ്ഞാ മറ്റേ കാസറ്റ് ഇടണം. അതൊക്കെ ഇരിക്കട്ടെ. രാവിലെ പറഞ്ഞ കാര്യം അങ്ങ് മറന്നോ? അയൽക്കാരെ ഒന്നും ഇതുവരെ പരിചയപ്പെടുത്തി തന്നില്ല. എന്റെ അല്ലോ, വരുന്നുണ്ടോ റിട്ടയർഡ് കത്തി? ഓസിന് കിട്ടിയ ഒരു 6 പെഗ് ഒന്നിച്ച് തട്ടും. സോറി, ഞാൻ വന്ന് ബുദ്ധിമുട്ടായോ? സാറിരുന്നാട്ടെ. ഞാൻ ഉണ്ണിത്താൻ, റിട്ടയേർഡ് ഇംഗ്ലീഷ് പ്രൊഫസർ, 7Bയിൽ താമസം. ഞാൻ നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഇവിടെ കുട്ടികളില്ല, ഞങ്ങളെല്ലാം ബാച്ചിലേഴ്സാ. ഞാൻ കുട്ടികളെന്ന് വിവക്ഷിച്ചത് നിങ്ങളെ തന്നെയാ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങള് കുറച്ച് ബ്രാൻഡ് കഴിക്കാനുള്ള ഒരു പരിപാടിയാണ്. സാറ് കൂടുന്നോ? അയ്യോ, സാറ് ചായയും കാപ്പിയൊന്നും കഴിക്കില്ല, പാലേ കഴിക്കൂ. നീ എന്തിനാ അവിടെ വന്ന്? എന്താ അവിടെ പരിപാടി നിനക്ക്? ഞാൻ സാറുമാർക്കൊരു ഹെൽപ്പ്. അല്ല, മൂസാക്ക ഇരുന്നോട്ടെ, കുഴപ്പമില്ല. എന്താ നിങ്ങളുടെയൊക്കെ പേര്? ഞാൻ ഉണ്ണി, വിനോദ്, ബോണി, ഇത് മൂസാക്ക. കുട്ടികൾക്ക് അറിയൂ, ഈ ഫ്ലാറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു കോൺക്രീറ്റ് ജംഗിളാണ്. നമ്മളൊക്കെ അതിൽ ശ്വാസം മുട്ടി മരിക്കുന്ന മൃഗങ്ങളും
തൊട്ടടുത്ത് താമസിക്കുന്നവരെ പോലും പരിചയം ഉണ്ടാവില്ല. അയൽവാസിയുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരാനുള്ള മനസ്സുണ്ടാവില്ല. നിങ്ങളെ പോലെ സഹൃദയരായ ചെറുപ്പക്കാരെ കണ്ടപ്പോ എനിക്ക് എന്റെ മൊണോട്ടസ് മാറിയതുപോലെ. നമുക്ക് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാം. എടുത്ത് കൊറേ ഗ്ലാസ് കൊറേ. നീ ഇത് പോയി വസുന്ധരോടൊന്നും പറയാൻ നിൽക്കണ്ട. സാറേ ഞാൻ പറയാതെ തന്നെ ഇപ്പൊ അവരറിയില്ലേ, ഒരെണ്ണം കഴിഞ്ഞാൽ തുടങ്ങുമ്പോ കവിത അല്ലേ? സാർ കവിത പാടുവോ? അങ്ങനെയൊന്നുമില്ല. അത് കള്ളം. വലിയ 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 കുഞ്ഞേ മുലപ്പാൽ കുടിക്കരുത്, ധാത്രിതൻ മടിയിൽ കിടക്കരുത്, മാറിൽ തിമിർക്കരുത്, കണ്ണിൻ മുലപ്പാൽ കൊതിക്കരുത്, പൂവിന്റെ കണ്ണിൽ നീ നോക്കരുത്, പൂതനാതന്ത്രം പുരണ്ടതാണ്, കുഞ്ഞേ ചിരിക്കരുത്, ചാടിക്കളിക്കരുത്, ആടിക്കളിക്കരുത്, കുഞ്ഞേ മുലപ്പാൽ കുടിക്കരുത്. കുഞ്ഞേ മുലപ്പാൽ കുടിക്കരുതേ, ധാത്രിതൻ മടിയിൽ കിടക്കരുതേ. കുഞ്ഞേ മുലപ്പാൽ കുടിക്കരുതേ, ധാത്രിതൻ മടിയിൽ കിടക്കരുതേ. കൊട്ടുവടി 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 വട്ടിരുമ്പ് വട്ടവാളും പേര് കേട്ട കുപ്രസിദ്ധപ്പെട്ടതാണ് ഈ ചാരായം. ചാരായം ചാരായം. 10 റാത്ത ശർക്കരയ്ക്ക് 10 പറ തേങ്ങ വെള്ളം മൊത്തമായി കലക്കി വെച്ചാൽ കോടയുണ്ടാകും. 10 റാത്ത ശർക്കരയ്ക്ക് 10 പറ തേങ്ങ വെള്ളം മൊത്തമായി കലക്കി വെച്ചാൽ കോടയും. അനന്തപത്മനാഭ സാർ വന്നിട്ടുണ്ട്. അനന്തപത്മനാഭന് അതാര്? അത് തൊട്ടടുത്ത് ഫ്ലാറ്റിൽ താമസിക്കുന്നതാ. IAS ട്രെയിനി. അടുത്ത് തന്നെ കളക്ടർ ആവേണ്ട ആളാ. അതിന് നമുക്കെന്താ? ഈ ഒച്ചയും ബഹളൊന്നും മൂപ്പർക്ക് പിടിക്കൂല. മൂപ്പർ വല്ലാത്ത കണിശക്കാരനാ. എന്താ വെച്ചാ നമുക്ക് മധുര കയറിയോക്കോ? കുടിച്ചു കഴിഞ്ഞാ പാടാതിരിക്കാനോ? അല്ല പിന്നെ അല്ല, അത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവും. അനന്തപത്മനാഭ സാറിന് അതൊരു ബുദ്ധിമുട്ടാ. അതുകൊണ്ട് പെരുക്ക പാടിയാ. കൊട്ടുവടി 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 വട്ടിരുമ്പ് വട്ടവാളും പേര് കേട്ട കുപ്രസിദ്ധപ്പെട്ടതാണ് ഈ ചാരായം. ചാരായം ചാരായം. 10 റാത്ത ശർക്കരയ്ക്ക് 10 പറ തേങ്ങ വെള്ളം മൊത്തമായി കലക്കി വെച്ചാൽ കോടയുണ്ടാകും. 10 റാത്ത ശർക്കരയ്ക്ക് 10 പറ തേങ്ങ വെള്ളം മൊത്തമായി കലക്കി വെച്ചാൽ കോടയുണ്ടാകും. പഴത്തൊലി മാങ്ങാത്തൊലി. മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകുന്ന വിധത്തിൽ ബഹളം വെക്കണമെന്നുണ്ടോ? അല്പം കൂടെ ശബ്ദം കുറച്ച് പാടിയാൽ അടുത്ത ഫ്ലാറ്റിലുള്ളവർക്ക് കിടന്നുറങ്ങാം. ഇവിടെ ആരോടും ഉറങ്ങണ്ടെന്ന് ഞങ്ങള് പറഞ്ഞില്ലോ. ഇല്ല. കുറച്ചുകൂടി മാന്യമായിട്ട് പെരുമാറിയാൽ ഉപകാരമായിരിക്കും. വെള്ളം അടിച്ചാ ഞങ്ങൾക്ക് സ്വല്പം മാന്യത കുറവാ. പ്ലീസ് എക്സ്ക്യൂസ് മീ. അങ്ങനെ പഴത്തൊലി മാങ്ങാത്തൊലി മധുര നാരങ്ങാത്തൊലി കിണക്കര 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 പഴത്തൊലി മാങ്ങാത്തൊലി മധുര നാരങ്ങാത്തൊലി ഏറ്റവും കൂടെ ഇട്ട് വച്ച ഈ ചാരായം. ചാരായം ചാരായം ചാരായം. വസുന്ധരേ വസുന്ധരേ, വരതേ വസുന്ധരേ, വിസ്മയം വിടർത്തുന്ന നിസ്തുല തേജസാർന്ന നിൻ തിരുമുഖം മ്ലാനമാകുവതെന്തേ വസുന്ധരേ. എവിടെയായിരുന്നു ഇന്ന്? ഇന്നലെ കൊളീക്കിന് ഷഷ്ടിപൂർത്തി, മിനിയാന്ന് ഓൾഡ് സ്റ്റുഡന്റിന്റെ വെഡിങ് ആനിവേഴ്സറി. എവിടെയെങ്കിലും പോയി ഓസിനകത്താക്കിയില്ലെങ്കിൽ ഉറക്കം വരില്ല അല്ലേ? താഴത്തെ പുതിയ താമസക്കാരെ ഒന്ന് പരിചയപ്പെടാൻ പോയതാ. വിദ്യാസമ്പന്നരായ 3 ചെറുപ്പക്കാര്. എന്തൊരു സ്നേഹം, എന്തൊരു വിനയം. ഉണ്ണി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി മേലാൽ അവരുമായി യാതൊരു കമ്പനിയും വേണ്ട. ബാച്ചിലേഴ്സാ 3 പേരും. ഇന്ന് ഈ പരിചയപ്പെട്ടതിന്റെ പേരും പറഞ്ഞ് നാളെ മുതൽ അവർ ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങും. വസുന്ധരേ, നല്ല അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞ പിള്ളേരാ അവര്. പിന്നെ വേണ്ട, വിസ്തരിക്കണ്ട. ഇവിടെ പ്രായം തകഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുള്ള കാര്യം ഓർമ്മ വേണം. ഓർമ്മയുണ്ട്. പരിചയപ്പെട്ട ഉടനെ കയറി അങ്ങ് കല്യാണം ആലോചിക്കാൻ പറ്റുമോ? സമയം വരട്ടെ. നീ ആ കറികളൊക്കെ ഒന്ന് പറഞ്ഞു. എക്സ്ക്യൂസ് മീ. ഇന്നലെ രാത്രി കുറച്ച് ഓവറായി പോയി. സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. പെട്ടെന്ന് കയറി തലയ്ക്ക് പിടിച്ചു. വായി തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞു. സോറി. ആ ഉണ്ണിത്താ സാറ് കവിത ചൊല്ലിയപ്പോ എല്ലാരും കൂടെ കൂടി ആകെ ബഹളമായി.
നിങ്ങൾ മദ്യപിക്കുന്നതിലോ കവിത എല്ലുന്നതിലോ എനിക്ക് ഒരു വിരോധമില്ല. ബട്ട് വൺ തിങ്, അടുത്ത ഫ്ലാറ്റുകളിൽ ആളുകൾ താമസം ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഇനി ഇത് ആവർത്തിക്കില്ല. സോറി. ഇറ്റ്സ് ഓക്കെ. സാർ, സോറി സാർ. അല്ല, ഈ അടുത്തടുത്ത ഫ്ലാറ്റുകളിൽ താമസിക്കുമ്പോ ഒരു മേച്ചർ അണ്ടർസ്റ്റാൻഡിങ്, ഐ മീൻ. ഇറ്റ്സ് ഓൾ റൈറ്റ്. താങ്ക് യു വെരി മച്ച്. സാർ, സാറിന്റെ സോഷ്യൽ സ്റ്റാറ്റസും ഡിഗ്നിറ്റിയും മാനിക്കാതെ ഞങ്ങളിപ്പം ചീപ്പായിട്ട് പെരുമാറി. സോറി. ഓക്കെ ഓക്കെ. നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ. ഐ തിങ്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ സ്പിരിറ്റ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. അയ്യോ, പ്രാർത്ഥിക്കായിരുന്നു അല്ലേ? സോറി, ശല്യപ്പെടുന്നില്ല. കാര്യം അനന്തപത്മനാഭെന്നല്ലേ പേര്? മൂസാക്ക പറഞ്ഞു. സാർ, ഇന്നലെ രാത്രി ഉണ്ണിത്താൻ സാർ വന്ന് കവിത അല്ലെങ്കിലും മറ്റുള്ളവരൊക്കെ സ്മോൾ അടിയും. അപ്പൊ ഞാനും കൂടി അതിൽ ഗെറ്റ് ലോസ്റ്റ് പങ്കെടുത്ത കാര്യം പറയാനും വേണ്ടി വന്നതിന് പട്ടിനെ കുറിച്ചാക്കും പോലെ നാട്ടണ മനുഷ്യന്. ഏതാണ് ഈ ഡോഗ്? അടുത്ത ഫ്ലാറ്റിൽ ആരെങ്കിലും ആയിരിക്കും. കൊള്ളാമല്ലോ. നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ ഒരു ഫേസ് കട്ടല്ലേ? നീ എന്നെ വിട്ടേക്ക്, കുറെ ആരെങ്കിലും അന്വേഷിച്ചു വരും. വരണമല്ലോ. ഏതെങ്കിലും ഒരു കളർ അന്വേഷിച്ചു വരും. അതുവരെ ഇവിടെ ഇരിക്കട്ടെ. എന്നാ പിന്നെ ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ ഇരിക്കട്ടെ. ആഷി, ആഷി, ആഷി. ആഷിയോ? ആ, ആഷി പട്ടിക്കുട്ടി. ഇവിടെ ഒരു പട്ടിക്കുട്ടിയും വന്നില്ല. ഇങ്ങോട്ട് കയറി വരുന്ന ഞാൻ കണ്ടതാ. Where's the dog man? ദേ അങ്കിൾ ചിരിക്കുന്നുണ്ടല്ലോ. ഞാൻ തിരിച്ചൊന്നുമില്ല. ഏയ്, Where's my ആഷി? ഇങ്ങോട്ട് വന്നില്ല. ഉവ്വ്, ഇവിടെ ഉണ്ട്. നിങ്ങൾ കരഞ്ഞിട്ടാ. ഇവിടെ ഇല്ല മാഡം. അന്നില്ലെങ്കിൽ ഞാൻ ചേച്ചി വിളിച്ചോണ്ട് വരും. എന്നാ പിന്നെ അതാ നല്ലത്. ചേച്ചി വരട്ടെ അല്ലേ? അതെ. വാ. ചേച്ചി ഇപ്പൊ വരും. എങ്ങനെയുണ്ടല്ലേ ഐഡിയ? നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് നിൽക്കാം. അവരെടുത്തിട്ടുണ്ടാവില്ല നീതു? ഇല്ല ചേച്ചി, അങ്ങോട്ട് കേറി പോന്നു ഞങ്ങൾ കണ്ടതാ. അവര് ഒളിച്ചു വെച്ചേക്കുവാ. ചേച്ചി ഒന്ന് ഞങ്ങളുടെ കൂടെ വന്നേ, എന്നാലേ അവർ തരുള്ളൂ. പ്ലീസ് ചേച്ചി. നീതുവിന്റെ ആയിഷ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞു. ഓ, ഞങ്ങളോടാരും പറഞ്ഞില്ല. നീതു കണ്ടതാണല്ലോ ഇങ്ങോട്ട് വന്നത്. ചിലപ്പോ ശരിയായിരിക്കാം, പക്ഷെ ഞങ്ങൾ കണ്ടില്ല. ദേ, കുട്ടികളോട് ഓവർ സ്മാർട്ട്നെസ് കാണിക്കല്ലേ. മര്യാദയ്ക്ക് പട്ടിക്കുട്ടിയെ തിരിച്ചു കൊടുക്ക്. സിസ്റ്റർ, ഞങ്ങൾ അങ്ങനെ ചീപ്നെസ് കാണിക്കൂ. വി ആർ വെരി ഡീസന്റ്, ജെന്റിൽ, ലവിംഗ് യങ്സ്റ്റേഴ്സ്. But you look like a criminal. And you too. ചേച്ചി ആഷി അകത്തുണ്ട്. അല്ല, ഇതെങ്ങനെ അകത്ത്? നമ്മളില്ലാത്ത ടൈമിൽ വല്ലോ ഇനി കേറി. ഞാൻ വിചാരിച്ചു ടേപ്രക്കാരന്റെ സൗണ്ട് ആയിരിക്കും. അതെ, ഞാനും ഇതെങ്ങനെ മേളിൽ കയറി? ആഷി, get down. ആഷി, come down. ആഷി ഡാർലിംഗ്, കം ഡൗൺ. ചേച്ചി ആഷി താഴെ വരുന്നില്ലല്ലോ. മേ ഐ ഹെൽപ്പ് യു? No, thanks. ആഷി, ആഷി. സോറി. പോട്ടെ. അവിടെ ചലോ ചലോ ജൽദി जल्दी जल्दी धक्का मारो भाई. ഒന്നും കൂടി തള്ളിക്കൊടുക്കാൻ. നോക്ക് നിൽക്കാതെ വന്ന് സഹായിക്കടോ. എന്നാ കുറച്ച് റിവേഴ്സ് എടുത്തോളി. ആ, നല്ലത്. രണ്ടാൾ ഒന്നിച്ച് തള്ളണം. നിങ്ങൾ പറയും, ഞാൻ പറയും, തള്ളേ പോവില്ല. പിടിച്ചോ. ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടും തോന്നില്ല കേട്ടോ. വേറെ ആരും ഹലോ, സഹായിക്കണോ? ആ, വേണ്ടി വരും. അല്ലാതെ പോണ മട്ടില്ല. भाई थोड़ा मदद करो. ആവോ, സഹായിക്കാറോ? നീ അപ്പുറം തെളിക്കും, അപ്പുറത്തെ വശത്ത് തെളിക്കും. പോട്ടെ പോട്ടെ. തള്ളി തള്ളി. അങ്ങനെ അപ്പോളോ എല്ലാരും കൂടി ഒന്നിച്ച് തള്ളിയപ്പോ അതിന്റെ സുഖം കണ്ടങ്ങള്. ഈ വണ്ടി അനവധി ആളെ ജീവൻ രക്ഷിച്ചതാ. ഓഹോ, ആള് എടുക്കാം. അതെ, ഡോക്ടർ രാവിലെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത് ഈ വണ്ടിയും തള്ളി അവിടെ ചെല്ലുമ്പോ ആമ്പിള്ളേർ ഡോക്ടർമാര് ഓപ്പറേറ്റ് ചെയ്ത് രോഗി സുഖമായി ഡിസ്ചാർജ് ചെയ്ത് പോയിണ്ടാവും. അതിലിടക്ക് ഒരു ദിവസം കറക്റ്റിന് സ്റ്റാർട്ടായി ഇത് അവിടെ ചെന്നു. അന്നത്തെ രോഗി കാര്യം जल्दी भाई ऑपरेशन. തളിക്കോ തളിക്കോ. മൂപ്പര് അച്ഛന്റെ പ്രായത്തിന്റെ വണ്ടിക്ക് നല്ലതൊന്നും പിടിച്ചോ. മാറ്റോ അതുമില്ല. शुक्रिया, बहुत शुक्रिया. ആ, കൂടുതൽ നോക്കണ്ട, കൂടെ പോരും. അങ്ങനല്ലേ ഡോക്ടർ കുടുങ്ങി. അയാൾ തന്നെ ആസ്പത്രിയിലെ നേഴ്സായ തിരുവല്ലക്കാരി കൊച്ചി ത്രേസ്യ മിസ്സിസ് അഗർവാൾ ആയത് അങ്ങനല്ലേ. അതുകൊണ്ട് കൂടുതൽ നോക്കണ്ട, ഞാൻ തന്നെ പിടുത്തം കൊടുക്കാതെ ഒഴിഞ്ഞു നടക്കുക.